നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഷൈജു മൈ ഫ്രണ്ട്, മുൻ PFI നേതാവും PFIയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന മുൻ PFI ഭീകരൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഷൈജു ആന്റണിയുടെ സഭാവിരുദ്ധ പത്രസമ്മേളനത്തിനെ പിന്തുണച്ചുകൊണ്ടും ഷൈജു ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേപടി റീപോസ്റ്റ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന കാര്യമാണ് ഷൈജു മൈ ഫ്രണ്ട്. അതായത് കേന്ദ്ര ഏജൻസികളുടെ റഡാറിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചയാൾ സീറോ മലബാർ സഭാ നേതൃത്വത്തിനെതിരായി സഭാവിരുദ്ധ വിമതൻ പോസ്റ്റ് ചെയ്ത പോസ്റ്റിനെ പിന്തുണച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണ കാര്യത്തിൽ രാജ്യവിരുദ്ധ ശക്തിയായ അല്ലെങ്കിൽ രാജ്യം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഇടപെട്ടിട്ടുണ്ട്. അതിന് വ്യക്തമായ തെളിവുകൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്റെ അറിവിലുണ്ട് എന്ന് CBCIയുടെ മുൻ പ്രസിഡന്റും തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗവുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കേട്ട ഉടനെ മുൻപും പിൻപും നോക്കാതെ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് എറണാകുളം വിമതരുടെ ചില നേതാക്കന്മാരും സഭയെ തകർക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ചില ആളുകൾ ഉടനടി ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയും മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ തള്ളിപ്പറയുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങൾക്കതിന് എതിർപ്പുണ്ട്, അമർഷമുണ്ട്, ഇതുവഴി കേരളത്തിലെ മതസൗഹാർദ്ദം വ്രണപ്പെട്ടു എന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് CA റൌഫ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഷൈജു ആന്റണി എന്ന എറണാകുളം വിമത നേതാവിന്റെ ഫേസ്ബുക്ക് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് എന്റെ സുഹൃത്ത് ഷൈജു എന്ന അടിക്കുറിപ്പോടുകൂടി ആ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ CBCI മുൻ പ്രസിഡന്റും തൃശൂർ അതിരൂപതയുടെ മേലധ്യക്ഷനും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗവുമായ മാർ ആൻഡ്രൂസ് താഴത്തിനെതിരെ പത്രസമ്മേളനം നടത്തുക എന്നുള്ളതിന്റെ അർത്ഥം അത് സഭയ്ക്കെതിരായിട്ടുള്ള നടപടിയായിട്ട് വേണം കരുതുവാൻ. അപ്പോൾ സഭയ്ക്കെതിരായിട്ട് പത്രസമ്മേളനം നടത്തിയതിൽ ഷൈജു ആന്റണിയും റിജു കാഞ്ഞൂക്കാരനും മറ്റു ചിലരും, നിങ്ങൾക്കിത് സ്ക്രീനിൽ കാണാം, ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരുടെ ഇതേ അഭിപ്രായം തന്നെയാണോ അൽമായ മുന്നേറ്റമെന്ന എറണാകുളത്തെ വിമതരുടെ സംഘടനയിലുള്ള മുഴുവൻ ആളുകൾക്കും ഉള്ളത് എന്ന് ഈ സംഘടന വ്യക്തമാക്കണം. ഇത് വിശ്വാസികളുടെ ആവശ്യമാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് തന്റെ അഭിപ്രായം പറഞ്ഞ ഉടനെ അതിനെതിരെ പടവാളെടുത്തുകൊണ്ട് ഇത് മതസ്പർദ്ധ വളർത്തുന്നു, രണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഷൈജു ആന്റണിയും റിജു കാഞ്ഞൂക്കാരനും മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രാജ്യം നിരോധിച്ച തീവ്രവാദ സംഘടനയെ മതവുമായി കൂട്ടിക്കെട്ടുന്നുണ്ടെങ്കിൽ അവർ പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേസെടുത്ത NIAയ്ക്കും കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ സീറോ മലബാർ സഭയ്ക്കും എതിരായിട്ടല്ലേ ഈ പത്രസമ്മേളനം നടത്തിയത് എന്ന് വിശ്വാസികൾ ഇപ്പോൾ സംശയിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ പത്രസമ്മേളനത്തിന് ശേഷം വിശ്വാസികൾ തന്നെ മുന്നോട്ട് വന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അവർ അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഈ പറയുന്ന എറണാകുളം വിമതർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലേ എന്ന് വിശ്വാസികൾ പൂർണ്ണമായും സംശയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം എറണാകുളത്ത് നടന്ന പരിശുദ്ധ ബലിയർപ്പണത്തിനെതിരെയുള്ള സമരങ്ങൾ മെത്രാന്റെ കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞത്, മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ കോലം കത്തിച്ചത്, മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ തലയ്ക്ക് നേരെ കുപ്പിയെറിഞ്ഞത്, സഭാതലവനായ കർദിനാളിന്റെ കോലം കത്തിച്ചത്, ബലിയർപ്പിച്ചു കൊണ്ടിരുന്ന ഒരു വൈദികനെ അൾത്താരയിൽ നിന്ന് ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് എറിഞ്ഞത്, എറണാകുളം രൂപതയുടെ അരമന കയ്യേറുവാൻ 21 ലോഹ തൊഴിലാളികൾ ഗൂഢാലോചന നടത്തി ആക്രമണം നടത്തിയത്, ഇതുപോലെ 16 മണിക്കൂർ നീണ്ട ആഭിചാര കുർബാന നാടകം നടത്തിയത്, ഇതിനൊക്കെ മുൻപ് എറണാകുളം വഞ്ചി സ്ക്വയറിൽ സഭയുടെ ഒരു മെത്രാനെതിരായിട്ട് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തുമ്പോൾ
കത്തോലിക്ക സഭയിൽ നിന്നുള്ളവരല്ലാത്ത, ക്രിസ്ത്യാനികൾ പോലുമല്ലാത്ത പുറത്തു നിന്നുള്ള ആളുകളെ വിളിച്ചു വരുത്തി സഭയ്ക്കെതിരെ പടപ്പുറപ്പാട് നടത്തിയത്, സഭാ തലവനെതിരെ വ്യാജരേഖ കെട്ടിച്ചമയ്ക്കൽ, ഇതൊന്നും വിശ്വാസികൾ ചെയ്യുന്ന കാര്യങ്ങളല്ല എന്ന് എറണാകുളത്തെ വിശ്വാസികൾ അടിവരയിട്ട് പറയുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്? അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭം പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണെന്ന് NIA അന്വേഷിക്കണം, കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കണം. അപ്പോൾ മാത്രമേ എറണാകുളം വിമതരും പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ശരിക്കുള്ള ബന്ധം അത് ശരിയാണെങ്കിൽ പുറത്തു വരികയുള്ളൂ. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സീറോ മലബാർ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ ബലിയർപ്പണ കാര്യത്തിൽ ഇടപെട്ടു എന്ന് സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡാംഗമായ ഒരു ആർച്ച് ബിഷപ്പ് സംശയം ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ, അതിനെതിരെ എടുത്തു ചാടിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ വെള്ളപൂശുവാൻ പെടാപ്പാട് പെടുമ്പോൾ അവർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. മാർ ആൻഡ്രൂസ് താഴത്ത് സംഘപരിവാറിന്റെ ഏജന്റ് ആണെന്ന്. അദ്ദേഹം CBCIയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രധാനമന്ത്രിയെ കണ്ടതാണോ ഇവർ അദ്ദേഹത്തെ സംഘപരിവാർ ഏജന്റ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് എന്ന് വിശ്വാസികൾ സംശയിക്കുകയാണ്. ഇവിടെ ചില ന്യായീകരണവാദികൾ പറയുന്നത് CA റൌഫ് ഇപ്പോൾ തീവ്രവാദി അല്ല, അല്ലെങ്കിൽ PFIയുടെ ഏജന്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് വെള്ളപൂശുവാൻ ശ്രമിക്കുമ്പോൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയായിരുന്നു ഇയാള്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന, പിന്നീട് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഈ CA റൌഫ് പോപ്പുലർ ഫ്രണ്ടിന്റെ സെക്രട്ടറി തന്നെ ആയിരുന്നു എന്നുള്ള മീഡിയ വാർത്തകൾ നമുക്കൊന്ന് കേൾക്കാം. അന്നിറങ്ങിയ മീഡിയ വാർത്തകളാണ് നിങ്ങൾക്ക് മുമ്പിൽ. ഇതാ നമ്മൾക്ക് കേൾക്കാം. നിരോധനത്തിന് ശേഷം കേരളത്തിൽ കലാപ നീക്കം നടത്തി മതഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്. ഇതിനായി സംസ്ഥാനത്ത് 100-ലധികം കേന്ദ്രങ്ങളിൽ രഹസ്യ യോഗങ്ങൾ ചേർന്നതായാണ് വിവരം. SDPIയുടെയും സാംസ്കാരിക സംഘടനകളുടെയും മറവിലായിരുന്നു രഹസ്യ യോഗങ്ങളും ചേർന്നത്. 3 ആഴ്ച മുൻപാണ് രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ കേരളത്തിൽ രഹസ്യ യോഗങ്ങളും PFIയുടെ രാഷ്ട്രീയ രൂപമായ SDPIയുടെ മറപറ്റിയുള്ള പ്രവർത്തനങ്ങളും നിർബാധം തുടരുകയാണ് നിരോധിത ഭീകര സംഘടന. ഇതോടൊപ്പം ആസൂത്രിത കലാപ നീക്കങ്ങളും PFI നടത്തിയേക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. കൊൽക്കത്തയിലും തെലങ്കാനയിലും നിരോധനത്തിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ കലാപ നീക്കങ്ങൾ അമർച്ച ചെയ്തിരുന്നു. ഇതിന് സമാനമായ ശ്രമങ്ങൾ കേരളത്തിലും നടത്തിയേക്കുമെന്നാണ് വിവരം. ഭീകരവാദ സംഘടനയായ PFIയെ നിരോധിച്ചിട്ടും ഇതിന്റെ പ്രവർത്തനങ്ങളും നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നവരുടെ നീക്കങ്ങളും നിരീക്ഷിക്കുന്നതിൽ സംസ്ഥാന പോലീസ് വീഴ്ച വരുത്തുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിഴൽ രൂപമായ SDPIയുടെ മറവിൽ നിരോധിത സംഘടനയുടെ 100-ലധികം യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ഇതോടൊപ്പം സാംസ്കാരിക സംഘടനകളുടെ മറവിലും PFI യോഗങ്ങൾ ചേരുന്നുണ്ട്. ഒളിവിലുള്ള പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി CA റൌഫാണ് പ്രവർത്തനങ്ങൾ അണിയറയിൽ നിയന്ത്രിക്കുന്നത്. ദേശീയ ചെയർമാൻ OMA സലാമും മുൻ ചെയർമാൻ E അബൂബക്കറും ദേശീയ ജനറൽ സെക്രട്ടറി നസറുദ്ദീൻ എളമരവും അടക്കമുള്ള നേതാക്കളെ NIA അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതോടെയാണ് ഒളിവിലിരുന്ന നിരോധിത ഭീകര സംഘടനയെ റൌഫ് നിയന്ത്രിക്കാൻ ആരംഭിച്ചതും. അതേസമയം തന്നെ തമിഴ്നാട്ടിൽ RSS നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ദേശീയ സുരക്ഷാ നിയമം ചുമത്തി പോലീസ്. സംഭവത്തിൽ അറസ്റ്റിലായ കിച്ചിപ്പാളയം സ്വദേശി സയ്യിദ് അലി, ടിപ്പുനഗർ സ്വദേശി ഖാദർ ഹുസൈൻ എന്നിവർക്ക് മേലാണ് കർശന വകുപ്പുകൾ ചുമത്തിയത്. സേലം ഡെപ്യൂട്ടി കമ്മീഷണർ N മധസ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. RSS നേതാവ് K രാജന്റെ സേലത്തെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞ കേസിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 25-നായിരുന്നു സംഭവം. പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ നടന്ന പരിശോധനയിൽ പ്രതിഷേധിച്ചായിരുന്നു വീടിന് നേരെ ആക്രമണം. തലനാരിഴയ്ക്കായിരുന്നു അന്ന് അദ്ദേഹവും കുടുംബവും രക്ഷപ്പെട്ടത്. ആക്രമണത്തിൽ അദ്ദേഹം നൽകിയ പരാതിയിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിലൂടെ പ്രദേശത്തെ സാമുദായിക ഐക്യം തകർക്കുകയായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതേ തുടർന്നാണ് ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയത്. നിലവിൽ ഇരുപ്രതികളും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്കിടെ നിരവധി അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. സംഭവത്തിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 28-ന് നടത്തിയ പ്രകടനത്തിന് നേതൃത്വം നടത്തിയ 3 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ഇന്നലെ കേരള പോലീസ് UAPA പ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ ജില്ലാ സെക്രട്ടറി ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി KH ഷാജഹാൻ, ചാവക്കാട് ബ്ലങ്ങാട് സ്വദേശി TM ഷഫീർ,
ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി പി കെ ഇബ്രാഹിം എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 28-നാണ് ഈ 3 പേരുടെ നേതൃത്വത്തിൽ ചാവക്കാട് കടപ്പുറം പഞ്ചായത്ത് ഓഫീസ് മുതൽ അഞ്ചങ്ങാടി ജംഗ്ഷൻ വരെ പ്രകടനം നടത്തിയത്. ഗുരുവായൂർ SP KJ സുരേഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുക്കും. നമ്മൾ പഴയ വാർത്ത കേട്ടു, മീഡിയ റിപ്പോർട്ടുകൾ കണ്ടു. ഇവിടെ ഈ വ്യക്തി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്നുള്ളത് വ്യക്തമായ പറഞ്ഞ സ്ഥിതിക്ക് അത്തരം രാജ്യവിരുദ്ധ ശക്തികൾ സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം തകർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് സഭയുടെ ഒരു മെത്രാൻ തന്നെ പറയുമ്പോൾ അതിനെ വെള്ളപൂശുവാൻ സീറോ മലബാർ സഭയുടെ അംഗങ്ങൾ എന്നവകാശപ്പെടുന്ന എറണാകുളം വിമതരായ ഷൈജു ആന്റണിയും റിജു കാഞ്ഞൂക്കാരനും അമിതാവേശം മൂത്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിറകിലുള്ള രഹസ്യം എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് സംസ്ഥാന പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമാണ്. കാരണം ഇത് രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത്തരക്കാർക്ക് രാജ്യവിരുദ്ധ ശക്തികളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷണം അനിവാര്യമാണ്. പോപ്പുലർ ഫ്രണ്ട് സീറോ മലബാർ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടു എങ്കിൽ തീർച്ചയായും ഇതിനു മുകളിൽ അന്വേഷണം വേണം. സത്യം എന്താണ് എന്ന് പുറത്തു വരണം. ഈ പറയുന്ന ഷൈജു ആന്റണിക്കും റിജു കാഞ്ഞൂക്കാരനും PFIയുമായി അല്ലെങ്കിൽ CA റൌഫുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിച്ച് സത്യം കണ്ടെത്തേണ്ടതാണ്. ഇവിടെ പ്രത്യേകം എടുത്തു പറയുവാനുള്ള കാരണം എറണാകുളം വിമതരിൽ ചിലരുടെ ചില സാമ്പത്തിക ഇടപാടുകൾ ആ കാലഘട്ടത്തിൽ അത്ഭുത പ്രവർത്തനങ്ങൾ പോലെ മാഞ്ഞു പോയതാണ്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടികൾക്കടുത്തുള്ള കടം അവർ വീട്ടിയത് എങ്ങനെയെന്ന് ഇന്നും എറണാകുളത്തെ വിശ്വാസികൾ സംശയം പ്രകടിപ്പിക്കുന്നു. ഇത്രയും വലിയ സാമ്പത്തിക പരാധീനതകൾ എങ്ങനെ മാറിക്കിട്ടി? ആരാണ് എറണാകുളം വിമത നേതാക്കന്മാരെ സഹായിച്ചത്? ചിലർക്ക് ബാങ്ക് ജപ്തി വരെ വന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ബാങ്കിന്റെ പരസ്യങ്ങൾ അന്നത്തെ പത്രങ്ങളിൽ വന്നതാണ്. ഇതിൽ എത്ര കണ്ട് സത്യമുണ്ട്, ഇത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അഥവാ ഇതിൽ സത്യമുണ്ടെങ്കിൽ അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ സാമ്പത്തിക നേട്ടങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണോ കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ. അല്ല, ഇതിങ്ങനെയുള്ളവർ അവരുടെ സ്വന്തം നിലയിൽ തന്നെ വീട്ടിയ കടമാണെങ്കിൽ പിന്നെ അവിടെ പ്രശ്നങ്ങളില്ല. കാരണം ഇത് വിശ്വാസികളുടെ സംശയമാണ്. ഇത്രയും വലിയ സാമ്പത്തിക കടബാധ്യതകൾ എങ്ങനെയാണ് പെട്ടെന്ന് അപ്രത്യക്ഷമായത് എന്നുള്ളതൊരു സംശയമായി ഇപ്പോഴും നിലനിൽക്കുന്നു. ആ സംശയം ദൂരീകരിക്കേണ്ടത് ഇത്തരം നേതാക്കൾ തന്നെയാണ്. കാരണം പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും അവർക്കുള്ളതാണ്. അവരുടെ സ്വന്തം നിലയിൽ തന്നെയാണ് ഈ കടങ്ങളൊക്കെ അവർ വീട്ടിയതെങ്കിൽ പിന്നെ അവിടെ ഇത്തരം ഒരു സംശയം ഉദിക്കുന്നില്ല. അതോ ഇപ്പോഴും അതേ കടങ്ങൾ നിലവിലുണ്ടോ? അതോ ഈടുവച്ച സ്ഥലം ബാങ്ക് ജപ്തി ചെയ്തോ? ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും വലിയ കടം വീട്ടാനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികൾ തന്നെയാണ്. കാരണം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ പരമോന്നത ബോഡിയായ പെർമനന്റ് സിനഡിലെ ഒരംഗം, എറണാകുളം രൂപതയുടെ മുൻ അഡ്മിനിസ്ട്രേറ്ററും ഇപ്പോൾ തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുമായ ഒരു ആർച്ച് ബിഷപ്പാണ് എന്നും ഓർക്കണം. ഇത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഇതിന്റെ പുറകിൽ എറണാകുളത്തെ ലോഹ തൊഴിലാളികൾക്കും ഇത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഇതിന്റെ പുറകിൽ എറണാകുളത്തെ ലോഹ തൊഴിലാളികൾക്കും സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. കാരണം പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡാംഗമാണ്. എറണാകുളത്തെ വിശ്വാസികൾക്ക് വേണ്ടാത്ത വൈദിക തൊഴിലാളികളുടെ സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാടനും മാർ ആൻഡ്രൂസ് താഴത്തിനെതിരെ ശക്തമായ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. രാജ്യം നിരോധിച്ച ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ ഷൈജു ആന്റണിക്കും റിജു കാഞ്ഞൂക്കാരനും കുര്യാക്കോസ് മുണ്ടാടനുമൊക്കെ എന്താണ് ഇത്ര വെപ്രാളം? അവർ ആരെയാണ് ഭയപ്പെടുന്നത്? ഷൈജുവിനെ പറ്റി പറഞ്ഞതുപോലെ റൌഫ് നാളെ മുണ്ടാടൻ മൈ ഫ്രണ്ട് എന്ന് പറയുമോ? കണ്ടറിഞ്ഞു കാണാം. ഏതായാലും സമൂഹത്തിന്റെ മുൻനിരയിൽ നിന്ന് സഭയ്ക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാമൂഹിക സേവനങ്ങൾ ചെയ്യുമ്പോൾ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്നുള്ള പഴഞ്ചൊല്ല് അനർത്ഥകമാകത്തക്ക രീതിയിലായിരിക്കണം അത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ.
അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അവിടെ അതിശക്തമായ സംശയത്തിന്റെ വിത്ത് മുളയ്ക്കുകയാണ് ചെയ്യുന്നത്. സത്യം എന്താണെന്ന് പുറത്തു വരണം. അത് മാത്രമേ വിശ്വാസികൾക്ക് ആവശ്യമുള്ളൂ. ഇവിടെ ഷൈജു ആന്റണിയും റിജു കാഞ്ഞൂക്കാരന്റെയും തലതൊട്ടപ്പന്മാരായ റാഫേ തട്ടിൽ നിന്നും മാർ ജോസഫ് പാംപ്ലാനിൽ നിന്നും ഒരു പ്രതികരണവും വരാത്തത് വിശ്വാസികളിൽ കൂടുതൽ സംശയം സൃഷ്ടിക്കുന്നു. കാരണം ഇത്രയും വലിയ ആരോപണം ഇവരിൽ തന്നെയുള്ള ഒരു മെത്രാപ്പോലിത്ത ഉന്നയിച്ചിട്ടും ഇവർക്ക് രണ്ടുപേർക്കും ഇതിലൊന്നും ഒരു സംശയവുമില്ലേ എന്നുള്ളതാണ് വിശ്വാസികളുടെ സംശയം. കാരണം ഇവരെയൊക്കെ പാസ്റ്റർ കൗൺസിലിൽ കുത്തിത്തിരുകി കയറ്റിയത് ഈ പറയുന്ന മാർ തട്ടിലും മാർ പാംപ്ലാനിയുമാണ് എന്നാണ് എറണാകുളത്തുള്ള വിശ്വാസികൾ ഇപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത്. ഇത്തരം ആളുകളെ ഇപ്പോഴും പാംപ്ലാനിയും തട്ടിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതുവാൻ. കാരണം കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ പോലും ഇവരെ വെള്ളപൂശുവാനുള്ള അനാവശ്യ ശ്രമങ്ങൾ നടന്നില്ലേ എന്ന് ആ സർക്കുലർ വായിക്കുമ്പോൾ വിശ്വാസികൾ സംശയം തോന്നുന്നു. കാരണം മാർ ആൻഡ്രൂസ് താഴത്തിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് സീറോ മലബാർ സഭ പറയുമ്പോൾ അതിനോടൊപ്പം അവർ കൂട്ടി എഴുതി ചേർത്തിരിക്കുന്നു ഈ ഒരു പ്രശ്നം ഇത്രയും ആളിക്കത്തിക്കുവാൻ ഇതിനെതിരെ പത്രസമ്മേളനം നടത്തിയവരും അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒരുപോലെ കാരണക്കാരായി എന്ന് പറയുമ്പോൾ ഇവർ വിശ്വാസികളെ പ്രതിക്കൂട്ടിലാക്കുകയല്ലേ ചെയ്തത് എന്ന് മാർ പാംപ്ലാനിയും തട്ടിലും മറുപടി പറഞ്ഞേ മതിയാകൂ. ഇവിടെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ ആർച്ച് ബിഷപ്പിനെതിരെ പത്രസമ്മേളനം നടത്തി സഭയെ വെട്ടിലാക്കിയവർ സഭാവിരുദ്ധരാണ് എന്ന് എന്തുകൊണ്ട് സഭ അംഗീകരിക്കുന്നില്ല? സഭ ഇത് എന്തുകൊണ്ട് പരസ്യമായി പറയുന്നില്ല? ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും തട്ടിലും പാംപ്ലാനിയും ഒരു നാണവുമില്ലാതെ എറണാകുളം വിമതരെ പ്രീതിപ്പെടുത്തുവാൻ നടത്തുന്ന ഇത്തരം അധപ്പതിച്ച കാര്യങ്ങളാണ് സീറോ മലബാർ സഭയുടെ ശാപമായി തീർന്നിരിക്കുന്നത്. ശരിക്കും ഇനി തട്ടിലും പാംപ്ലാനിയും സഭയ്ക്ക് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് മറ്റു മെത്രാന്മാരാണ്, സിനഡാണ്. കാരണം നിങ്ങൾക്ക് പോലും ഇവർ എതിരാണ്, നിങ്ങളെ പോലും വെട്ടിലാക്കിയിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മറ്റു മെത്രാന്മാർ മാർ പാംപ്ലാനിയെയും മാർ തട്ടിലിനെയും സഭയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുവാൻ വേണ്ടി ഇവരെ പറ്റി പുനർവിചിന്തനം ചെയ്യേണ്ട അവസരമാണിപ്പോൾ. ഇവിടെ ഷൈജു ആന്റണിയെ സീമന്തപുത്രനായി കണ്ടുകൊണ്ട് ഇപ്പോഴും ഷൈജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന മാർ പാംപ്ലാനിയെ പറ്റി ഷൈജു തന്നെ ഇതിനു മുമ്പ് പറഞ്ഞു. ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് പാംപ്ലാനിയുടെ സീമന്തപുത്രൻ പാംപ്ലാനിയെ പറ്റി പറഞ്ഞത് എന്ന്. തീർച്ചയായും അത് കേട്ടിട്ടെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ മാർ പാംപ്ലാനി ഇപ്പോഴുള്ള സ്ഥാനം രാജിവെച്ചൊഴിയൂ എന്ന് മാത്രമേ വിശ്വാസികൾക്ക് പറയുവാനുള്ളൂ. ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയാണ് നമ്മുടെ മെത്രാപ്പോലിത്തൻ വികാരിയായിട്ട് വരണമെന്ന് കേട്ടപ്പോഴേ ഒരു സീനിയർ അഡ്വക്കേറ്റ് ഹൈന്ദവനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, നല്ല പ്രായമുള്ള മനുഷ്യനാണ്, അദ്ദേഹം എന്നോട് ചോദിച്ചത് ചിരിച്ചുകൊണ്ട് ചോദിച്ചത്, ആഹാ പാംപ്ലാനിയാണോ വരണത്? പൂവമ്പഴത്തിൽ മുട്ടുസൂചി കയറ്റിയിട്ട് വിളമ്പിത്തരണം മനുഷ്യനാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ മുട്ടുസൂചി തൊണ്ട കുടുങ്ങി ചത്തു കൂട്ടാന്നാ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ആ ഉപമ കേൾക്കണത്. ഇപ്പൊ മനസ്സിലായി, കറക്റ്റ് ഉപമ. ഏതായാലും നമ്മൾ കേട്ടു മാർ പാംപ്ലാനിയുടെ സീമന്തപുത്രൻ പാംപ്ലാനിയെ പറ്റി എന്താണ് പറഞ്ഞത് എന്ന്. ഇവിടെ ഷൈജു ആന്റണിയും മുൻ PFI നേതാവും അവരവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത കുറിപ്പിന് താഴെ വന്ന് വിശ്വാസികളും മറ്റുള്ളവരും എഴുതിയ കമന്റുകൾ പ്രേക്ഷകരും എറണാകുളം വിമതരും തീർച്ചയായും വായിക്കണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇപ്പോഴും ഷൈജു ആന്റണിയും റിജു കാഞ്ഞൂക്കാരനും പോസ്റ്റുകൾക്ക് മുകളിൽ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർ ആൻഡ്രൂസ് താഴത്തിനെതിരെ അദ്ദേഹം ഇപ്പോഴും തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗവുമാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് എറണാകുളം രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ഇത്തരക്കാർ ഇപ്പോഴും സഭയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതി നിറയ്ക്കുന്നത് എന്നുള്ള കാര്യം വളരെയധികം വേദനിപ്പിക്കുന്നതാണ്, വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ ചിന്തയൊന്നും സീറോ മലബാർ സഭയുടെ സിനഡിനോ മെത്രാന്മാർക്കോ മാർ തട്ടിലിനോ മാർ പാംപ്ലാനിക്കോ ഇല്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ അവസ്ഥ. ഇവിടെ മുൻ CBCI പ്രസിഡന്റും സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗവുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു വന്ന സമയത്താണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. പൊതുസമൂഹവും ഇതിനെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ഇതിനെതിരെയാണ്
PFIയെ പരോക്ഷമായി വെള്ളപൂശിക്കൊണ്ട് ഷൈജുവും ഷൈജുവിന്റെ സുഹൃത്തായ റിജു കാഞ്ഞൂക്കാരനും കൂടെ സഭയ്ക്കെതിരെ മാർ ആൻഡ്രൂസ് താഴത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയത് എന്നുള്ളത് വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, സഭാവിശ്വാസികൾ തങ്ങൾക്ക് സഭ അംഗീകരിച്ചു തന്ന ഏകീകൃത ബലിയർപ്പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സെന്റ് മേരീസ് ബസിലിക്കയിൽ പ്രാർത്ഥനാ യജ്ഞത്തിൽ മുഴുകുമ്പോൾ അവർക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച മാർ പാംബ്ലാനി എന്തുകൊണ്ട് ഷൈജു ആന്റണിക്കും റിജു കാഞ്ഞൂക്കാരനും ഇത്തരം വിമത നേതാക്കന്മാർക്കുമെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഇവിടെ മാർ പാംബ്ലാനി ഇത്തരം സഭാവിരുദ്ധ വിമതർക്കെതിരെ കോടതികളെ സമീപിക്കുന്ന കാര്യം വിട്ടുകളയുക, കുറഞ്ഞ പക്ഷം സഭാപരമായിട്ടുള്ള നടപടികൾ പോലും എടുക്കുവാൻ മാർ പാംബ്ലാനിയോ മാർ തട്ടിലോ ശ്രമിക്കുന്നില്ലെങ്കിൽ, ഇവർ എറണാകുളം വിമതരെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനു ഭയപ്പെടുന്നു? അതിനുള്ള കാരണം എന്താണ്? ഇവരുടെ എന്തെങ്കിലും അസന്മാർഗ കാര്യങ്ങളോ സാമ്പത്തിക ഇടപാടുകളോ നടന്ന കാര്യങ്ങൾ തെളിവ് സഹിതം സഭാവിരുദ്ധരുടെ കയ്യിലുണ്ടോ എന്ന് മാർ തട്ടിലും മാർ പാംബ്ലാനിയും കുറഞ്ഞപക്ഷം വിശ്വാസികളോടെങ്കിലും പറയണമെന്നുള്ളതാണ് വിശ്വാസികളുടെ ആവശ്യം. ഇവിടെ ഷൈജു ആന്റണി പറയുന്ന കാര്യമാണോ സത്യം, അതോ മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്ന കാര്യമാണോ സത്യം എന്നുള്ളത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമായ വിഷയമായി മാറിയിരിക്കുന്നു. കേരള പോലീസും സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും തീർച്ചയായും ഇതിന് മുകളിൽ നടപടിയെടുക്കണം, ഇതിന് അന്വേഷണം പ്രഖ്യാപിക്കണം, സത്യമെന്താണ് എന്നുള്ളത് പുറത്തു കൊണ്ടുവരണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. രാജ്യവിരുദ്ധ ശക്തികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുമായിട്ട് സീറോ മലബാർ സഭയിലെ ആർക്കെങ്കിലും ബന്ധമുണ്ടോ? ഇത്തരക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെയായാലും ഇത്തരം നാടകങ്ങൾ കണ്ട് മനം മടുത്ത എറണാകുളത്തെ വിശ്വാസികളും ഷൈജു ആന്റണിക്കും റിജു കാഞ്ഞിക്കാരനും പുറകെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കാണാം. 2025 ജനുവരി 11 നമ്മളതിനെ പറയുന്നത് ഒരു കുറുവാ സംഘം എന്നാണ് പറയുന്നത്. 21 വൈദികര് ആക്രമിച്ച് അരമനയുടെ പുറകുവശത്തോടുകൂടെ മതിൽ ചാടി കയറി അവിടെ അന്നുണ്ടായിരുന്ന അവിടുത്തെ കൂരിയായെ, അവർ കുറച്ചും കൂടെ സഭയോട് ചേർന്ന കൂരിയായിരുന്നു, അവരെ ബന്ദികളാക്കിക്കൊണ്ട് അവിടെ ഒരു കുറുവാ മോഡൽ ആക്രമണം നടത്തുകയും അതിന്റെ അവസാനത്തിൽ പാംബ്ലാനി പിതാവിനെ കൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അവർ നടത്തിയെടുക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും, അതുപോലെ അരമനയുടെ ഗേറ്റ് കട്ടർ വെച്ചിട്ടാണ് അവർ ഇത്രയും വലിയ ഗേറ്റ് 5 മിനിറ്റ് കൊണ്ട് അത് കട്ട് ചെയ്തിട്ട് അവരകത്ത് കയറി ആക്രമണമൊക്കെ ചെയ്തത്. ഇങ്ങനെ പലതും നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊന്നും ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസിക്ക് സാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ തന്നെ പരിചയസമ്പന്നരുടെ ചില നിർദ്ദേശങ്ങളും അവരുടെ എന്താ പറയാ അവർ കൊടുക്കുന്ന കൽപ്പനകളൊക്കെ അതിന്റെ പുറകിലുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അന്നേ തോന്നിയിരുന്നു. ആ ഒരു കാര്യമാണ് ഇപ്പോൾ ആൻഡ്രൂസ് പിതാവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് 5 വർഷമായി ഞങ്ങളുടെ മനസ്സിലൂടെ പോയിരുന്ന സംശയം തന്നെയാണ്. അത് കുറച്ചും കൂടെ ഇപ്പോൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആരാധനാക്രമത്തിന്റെ പൂർണ്ണമായ അധികാരം ഇരിക്കുന്നത് സഭാ സിനഡിനാണ്. അപ്പൊ അവര് ഇവിടെ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് അവരും മാർപ്പാപ്പയും പൗരസ്ത്യ സംഘം പറഞ്ഞിരിക്കെ ഈ വൈദികർ എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എന്തു വന്നാലും ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ ലക്ഷ്യം കാണുമെന്ന് പറയുമ്പോൾ അവരുടെ പിന്നിൽ ശക്തമായ ചില ബാഹ്യശക്തികൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും, അങ്ങനെ തന്നെ പറയേണ്ടിയും വരും. ഞങ്ങൾ ഇന്നും സഭയുടെ കൂടെ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് പാംബ്ലാനി പിതാവിനും ഞങ്ങളെ സഭാവിരുദ്ധരായിട്ടുള്ള ഇപ്പൊ ആൻഡ്രൂസ് പിതാവ് പറഞ്ഞ ഈ ഒരു പക്ഷത്തെ സഭയുടെ പാസ്റ്ററൽ കൗൺസിലിന്റെ അംഗങ്ങളാക്കിക്കൊണ്ട് നിയമിച്ചുകൊണ്ട് പാംബ്ലാനി പിതാവ് കഴിഞ്ഞ ആഴ്ച അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ഞങ്ങൾ പാംബ്ലാനി പിതാവിനെ പോലും ഈ നിമിഷത്തിൽ സംശയിക്കുകയാണ്. ഒന്നുകിൽ പാംബ്ലാനി പിതാവ് അവരെ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്? അവരുടെ പുറകിലുള്ള ആ ശക്തിയെയാണോ പാംബ്ലാനി പിതാവ് ഭയപ്പെടുന്നതെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അതല്ലെങ്കിൽ പാംബ്ലാനി പിതാവ് അവരുടെ കൂടെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പാംബ്ലാനി പിതാവിനും ഇതിൽ പങ്കുണ്ടെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ പത്രസമ്മേളനം ഞാൻ ആവശ്യപ്പെടുകയാണ്, ഈ അതിരൂപതയെ നശിപ്പിക്കാതെ പാംബ്ലാനി പിതാവും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഇവിടെ നമ്മൾ കേട്ടു എറണാകുളത്തെ വിശ്വാസികൾ ഉന്നയിക്കുന്ന സംശയങ്ങൾ. അവരുടെ മുൻപിൽ സംശയത്തിന്റെ നിഴലിലാണ് അൽമായ മുന്നേറ്റം നേതാക്കളെന്ന് വ്യക്തമായിട്ട് അവർ അവരുടെ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഇവർക്ക് ബന്ധം മുൻപേ ഉണ്ടായിരുന്നു എന്നാണ് എറണാകുളത്തെ സഭാ വിശ്വാസികൾ പറയുന്നത്. ഇനിയും ഇത് അന്വേഷിക്കേണ്ടത് സഭയും സഭാ നേതൃത്വവും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമാണ്. സത്യം ഒരിക്കലും മൂടിവെക്കുവാൻ സാധിക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും. പുറത്തു വരട്ടെ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. തെറ്റ് ചെയ്യാത്തവർ അവർക്ക് മുകളിൽ ചാർത്തപ്പെട്ട കറകൾ കഴുകി പുറത്തു വരട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇവിടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുമ്പോൾ സഭയ്ക്കെതിരായിട്ടാണ്, സഭയെ തകർക്കുവാനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എറണാകുളത്തെ വിമതരെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം ഗൂഢാലോചനകൾ സഭയ്ക്കെതിരെ ചെയ്യുമ്പോൾ അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളായി മാറരുതേ എന്നുകൂടി നിങ്ങൾ ഓർക്കണം എറണാകുളം വിമതരെ എന്ന് നിങ്ങളെ സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ രാജ്യവിരുദ്ധ ശക്തികളുമായി കൈകോർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മറനീക്കി പുറത്തു വരും. ഇന്നല്ലെങ്കിൽ നാളെ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് വിശ്വാസികളുടെ സംശയം മാത്രമാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.